നാളെ ഒക്ടോബർ 31 ഹാലോവീൻ ഡേ. നമ്മൾ എല്ലാവരും ഹാലോവീൻ ആഘോഷിക്കാറോ അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഇതിൻ്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയില്ല, അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത് പാശ്ചാത്യരുടെ ഒരു ക്രേസി പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വീടിന് മുന്നിൽ ഒരുവിധപ്പെട്ട പ്രേതരൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, ലൈറ്റ് ഇടുക, എന്നിട്ട് ഒച്ച വെക്കുന്നതും ഒച്ച വെക്കാത്തതുമായിട്ടുള്ള പ്രേതങ്ങൾ വീടിന് മുന്നിൽ നിർത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപങ്ങൾ, പിന്നെ മത്തങ്ങ അല്ലെങ്കിൽ ഇവിടുത്തെ പംകിൻ അത് കാർവ് ചെയ്തിട്ട് അതിലവിടെ ഇവിടെയും വെട്ടലൊക്കെ വരുത്തിയിട്ടൊരു ഭീതിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. പിന്നെ ഈ പിന്നെ ശവകുടീരം പോലെയൊക്കെ വീടിൻ്റെ മുന്നിൽ പിന്നെ ടൂംബ് സ്റ്റോൺസ് പതിച്ചു വെക്കുക, അതിലൊക്കെ പലതും എഴുതി വെക്കുക. ഇങ്ങനെ ഓരോതരം കലാപരിപാടികളുണ്ട്. പലയിടത്തും പിന്നെ പരേഡ് കൂടിയുണ്ട്. പിന്നെ പലതരം വസ്ത്രങ്ങൾ ധരിച്ച് പലതരം മുഖം മൂടിയൊക്കെ ഇട്ട് പ്രേതത്തിൻ്റെയും പിശാചിൻ്റെയും പിന്നെ ചെകുത്താൻ്റെയും ഒക്കെ രൂപത്തിൽ ആളുകൾ നടന്നു പോവുക. അങ്ങനത്തെ പരേഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കലാപരിപാടികൾ നമുക്ക് നോക്കുമ്പോൾ അതൊരു ക്രേസി പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുക. എന്നാലും അത്ര ക്രേസി അല്ല എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഒരു ക്രിസ്ത്യൻ ട്രഡീഷനാണെന്നാണ് പിന്നെ ചരിത്രം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇത് പിന്നെ നവംബർ 1 ഓൾ സെയിൻസ് ഡേ, നവംബർ 2 ഓൾ സൗൾസ് ഡേ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പിന്നെ ദിവസങ്ങളുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ദിവസമാണ് ഈ ഹാലോവീൻ ഡേ. അപ്പോൾ ഓൾ സെയിൻസ് ഈവ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ഈവ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓൾ സെയിൻസ് ഈവ്. അപ്പം ഈ പണ്ട് കാലത്ത് ഒരുപാട് ക്രിസ്ത്യാനികൾ മാർട്ടിയർഡ് പിന്നെ രക്തസാക്ഷിത്വം വഹിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും ആകപ്പാടെ 365 ദിവസമേ ഉള്ളൂ. ഓരോരുത്തർക്കും പേരിട്ട് ഓരോ ദിവസവും അവരുടെ പേരിട്ട് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാർട്ടിയേഴ്സിനും എല്ലാ രക്തസാക്ഷികളും അവരെല്ലാം വിശുദ്ധരായിട്ടൊക്കെയാണ് സഭ കണക്കാക്കുന്നത്. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ദിവസം. അങ്ങനെയാണ് ഓൾ സെയിൻസ് ഡേ വന്നത്. പിന്നെ ഓൾ സൗൾസ് ഡേ പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അതെല്ലാം പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും അതിൻ്റെ തലേ ദിവസം, അതിൻ്റെ ഈവ് എന്ന നിലയിലാണ് ഹാലോവീൻ വരുന്നത്. അത് പിന്നെ പ്രേതങ്ങളെയും മരിച്ചുപോയവരെയും ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ക്രൈസ്തവ ചർച്ചുകളിലും മറ്റും പിന്നെ പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെ നടത്തുമായിരുന്നു. ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോഴതൊരു സെക്കുലർ ഫെസ്റ്റിവലാണ്. നമ്മളിപ്പോൾ ഓണം പോലെ ഒരു ഹിന്ദു ട്രഡീഷണലാണെങ്കിലും ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു സെക്കുലർ ഫെസ്റ്റിവലാണ്. എന്ന് പറഞ്ഞ പോലെ ഹാലോവീൻ ഒരു ക്രേസി ഫെസ്റ്റിവൽ, ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം. ആകപ്പാടെ അതിൽ നല്ല കാര്യം പിന്നെ കുട്ടികൾ വീടുകൾ തോറും നടന്ന് ട്രിക്ക് ഓർ ട്രീറ്റ് ഓരോ സാധനങ്ങൾ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരിക. അത് നല്ലൊരു പരിപാടിയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഒക്കെ. പക്ഷേ പിന്നെ പണ്ട് കേട്ടിട്ടുണ്ട് ഈ ക്യാൻറ്റീയിൽ എന്തെങ്കിലും പിന്നെ ചെറിയ ബ്ലേഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ നെയിലോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് വിടുമെന്ന്. അപ്പം അങ്ങനെയുള്ള ക്രൂരകൃത്യം ചെയ്യുന്നവരാരാണെന്ന് അറിഞ്ഞുകൂടാ. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ക്യാൻറ്റീനിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യവിദ്വേഷികളും പിന്നെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്തായാലും നമ്മൾക്ക് നേരിട്ടറിവില്ല. ഇങ്ങനെ ചില വാർത്തകളൊക്കെ നമ്മൾ പണ്ടൊക്കെ വായിച്ചിട്ടുമുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ആഘോഷത്തിന് വേണ്ടി അമേരിക്ക എന്തേരം പണമാണ് മുടക്കുന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഇത്രയും ഒരു വിവരമില്ലാത്തൊരു ആഘോഷത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഒരു സാങ്കത്യമോ ഒരു ആവശ്യമോ ഇല്ലാത്തൊരാഘോഷം. പിന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വീടിന് ചുറ്റും ഇങ്ങനെയുള്ള രൂപങ്ങളും പിന്നെ പ്രേതരൂപങ്ങളും പിശാചിൻ്റെ രൂപങ്ങളും അതുപോലെ തന്നെ പിന്നെ അസ്ഥികൂടവും ഇതെല്ലാം കൂടെ അതിൻ്റെ എല്ലാം രൂപങ്ങൾ പിന്നെ ഉണ്ടാക്കി വെക്കും. മത്തങ്ങ പിന്നെ വെട്ടിമുറിച്ചത് പല രീതിയിൽ ചിത്രീകരിച്ച് വെക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ പിന്നെ കുട്ടികൾക്ക് ഇതൊരു രസമായിരിക്കുമെങ്കിലും ഇത് ചെയ്യുന്നതെല്ലാം മുതിർന്നവരാണെന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായൊരു കാര്യം. അപ്പോൾ ഇത് ആളുകളെല്ലാം ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വലിയ ആസ്വാദനമൊന്നും തോന്നുന്നില്ല. പിന്നെ അമേരിക്കയുടെ ഒരു ട്രഡീഷൻ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ അമേരിക്കയെ കുറ്റം പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഇവിടുത്തെ ട്രഡീഷൻ ഇങ്ങനെയാകുമ്പം ഓക്കെ, നമുക്കും വിരോധമില്ല. നമ്മുടെ വീടിന് മുന്നിലും 2 മത്തങ്ങ വെട്ടിയും മുറിച്ചു അതിനെ എന്തെങ്കിലും ഇത് വെച്ച് ഒരു പിശാചിനെ നമുക്കും സൃഷ്ടിച്ചെടുക്കാം. അങ്ങനെ ഈ പിശാചുകൾക്കും ഒരു ദിവസം വേണമല്ലോ. നിങ്ങൾക്കും പിന്നെ ഈ ആത്മാവുള്ളപ്പോൾ പിശാചും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ആഘോഷം നമുക്ക് നാളെ പങ്കെടുക്കാം. ഇഷ്ടമുള്ളവരൊക്കെ പങ്കെടുക്കുക, ഇഷ്ടമില്ലാത്തവർ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ പിന്നെ ആഘോഷം കാണുകയെങ്കിലും ചെയ്യാം.